ഇനി നമ്മൾ പോകുന്നത് LPG വിതരണവുമായി ബന്ധപ്പെട്ട ഡേറ്റകളിലേക്കാണ്. നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര ഉൽപാദനം എന്നത് പ്രതിദിനം 35,000 ടണ്ണിൽ നിന്ന് 54,000 ടണ്ണായി ഉയർത്താൻ ഈ യുദ്ധ കാലഘട്ടത്തിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. അതായത് ഉൽപാദനം എന്നത് ഏതാണ്ട് ഇരട്ടിയോളം വർദ്ധിപ്പിച്ചു എന്ന്. ഗാർഹിക ഉപഭോക്താക്കളുടെ വില, ഇവിടെയാണ് നേരത്തെ സൂചിപ്പിച്ച കണക്ക് പ്രധാനപ്പെട്ടതാവുന്നത്. ഒരു LPG സിലിണ്ടറിന് 14 കിലോ ഉള്ള ഒരു സിലിണ്ടറിന് ഉൽപാദന ചെലവ് 1600 നിൽക്കുമ്പോൾ 942 രൂപ എന്ന നിലയിൽ ആണ് രാജ്യത്ത് സിലിണ്ടറുകൾ വിതരണം ചെയ്തത് എന്നതാണ്. സിറ്റി ഗ്യാസ് ശൃംഖല വഴി ഉള്ള ഗ്യാസിന്റെ വിതരണം രാജ്യത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. ആ ഡേറ്റയും നമ്മൾ 55 നിന്ന് 100 ഉയർന്നത് സൂചിപ്പിച്ചു. ഉജ്ജ്വൽ യോജന പ്രകാരമുള്ള ഗുണഭോക്താക്കളുടെ സബ്സിഡി അത് എടുത്തു കളഞ്ഞില്ല. ആ 300 രൂപയുടെ സബ്സിഡി നിലനിർത്തി. അങ്ങനെ 642 രൂപ നിരക്കിൽ ഉജ്ജ്വൽ യോജന വഴിയുള്ള ഉപഭോക്താക്കൾക്ക് ഈ പ്രതിസന്ധി ഘട്ടത്തിലും ഗ്യാസ് നൽകാൻ സാധിച്ചു എന്നതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ 10.58 കോടി ഉപഭോക്താക്കൾ ആണ് ഈ ഉജ്ജ്വൽ യോജനയിലുള്ളത്. അപ്പോൾ ഇത്രയും ഉപഭോക്താക്കൾക്ക് 10 കോടിയിലേറെ ഉപഭോക്താക്കൾക്ക് യുദ്ധസമയത്തും 642 രൂപ ഒരു സിലിണ്ടറിന് എന്ന നിലയിലാണ് ഇന്ധനം നൽകിയിരുന്നത്. അതിൻ്റെ ഡേറ്റ കൂടിയാണ്, അതിൻ്റെ ഒരു ഗ്രാഫ് കൂടിയാണ് പ്രേക്ഷകർ കാണേണ്ടത്. അതായത് ഒരു ഗ്യാസ് സിലിണ്ടർ 14.2 കിലോഗ്രാം വരുന്ന ഗ്യാസ് സിലിണ്ടർ നിറച്ച് വിതരണം ചെയ്ത് ഒരു വീട്ടിലേക്ക് എത്തിക്കുന്നതിന് കമ്പനികൾക്ക് വരുന്ന ചെലവ് 1600 രൂപ. ആ 1600 രൂപ ഉൽപാദന ചെലവ് നിൽക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ LPG എത്തിയത് 942 രൂപയ്ക്ക്. ഉജ്ജ്വൽ യോജന പ്രകാരം ഗ്യാസ് വരുത്തുന്നവർക്ക് 642 രൂപയ്ക്ക്. ഇതായിരുന്നു ആ കാലഘട്ടത്തിലെ കണക്കുകൾ എന്നതാണ്. ഒപ്പം മറ്റൊരു ഡേറ്റ കൂടി നമ്മൾ നൽകുന്നത്, ഇതേ സമയം തന്നെ നമ്മുടെ അയൽ രാജ്യങ്ങളിൽ എന്തായിരുന്നു LPGയിൽ വന്ന വർധനവ് എന്നതാണ്. ഇന്ത്യയിൽ 642 രൂപയ്ക്കാണ് ഉജ്ജ്വൽ യോജന വഴി ഗ്യാസ് നൽകിയത്. ബംഗ്ലാദേശിൽ 691 രൂപയ്ക്കായിരുന്നു ആ സമയത്ത് ഗ്യാസ് വിതരണം ചെയ്തത്. നേപ്പാളിൽ 1358 രൂപയായിരുന്നു ഗ്യാസിന്റെ വില. പാകിസ്ഥാനിൽ അത് 1476 ആയിരുന്നു. ശ്രീലങ്കയിൽ അത് 1619 ആയിരുന്നു. ഈ നിലയിൽ ആണ് നമ്മുടെ അയൽ രാജ്യങ്ങൾ വില വർദ്ധിപ്പിച്ചത് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. ഒപ്പം ഈ വിലവർദ്ധനവിനെ പിടിച്ചു നിർത്താൻ മറ്റ് ചില മാർഗങ്ങൾ കൂടി കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരുന്നു. അത് ബദൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കാം. നമ്മുടെ രാജ്യത്ത് പെട്രോൾ, ഡീസൽ എന്നിവ ആണ് സാധാരണ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത് എങ്കിൽ പാചക ആവശ്യങ്ങൾക്ക്, വ്യാവസായിക ആവശ്യങ്ങൾക്കൊക്കെ ഗ്യാസ് ആണ് ഉപയോഗിക്കുന്നത്. അവിടെ മണ്ണെണ്ണ, ചാണകവറളി, വിറക് എന്നിവയൊക്കെ ഉപയോഗിക്കുന്നതിന് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. കാർബൺ ബഹിർഗമനത്തെ സംബന്ധിച്ചാണ് ആ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അത്തരം വിലക്കുകൾ നീക്കുകയും നിയന്ത്രണങ്ങൾ നീക്കുകയും ചെയ്തിരുന്നു. അത് താൽക്കാലികമായ വിലക്ക് നീക്കം ആയിരുന്നു അന്ന് നടത്തിയത്. ഒപ്പം 2026 ജൂൺ 25 ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് യുദ്ധത്തിന് ശേഷമുള്ള അവസ്ഥയിലേക്ക് അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിലിന്റെ വില മാറിയ പശ്ചാത്തലത്തിൽ വാണിജ്യ സിലിണ്ടറുകൾക്ക് മേലുള്ള നിയന്ത്രണം കേന്ദ്ര സർക്കാർ നീക്കി എന്നുള്ളതാണ്. നേരത്തെ വിവിധ സംസ്ഥാനങ്ങൾക്കും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കും കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. ഈ LPG വിതരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തണം. വാണിജ്യ ആവശ്യങ്ങൾക്ക്, അതായത് ഹോട്ടലുകൾ, വ്യവസായ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് നൽകുന്ന സിലിണ്ടറുകൾ അതാത് സംസ്ഥാനങ്ങളും പ്രാദേശിക ഭരണകൂടങ്ങളും കൂടി ആലോചിച്ച് ആവശ്യത്തിന് മാത്രമേ നൽകാവൂ എന്നുള്ളതായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ നിയന്ത്രണം ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ ഈ യുദ്ധം ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. ഇപ്പോഴും നമ്മുടെ വിദേശ നാണ്യ ശേഖരം $728 ബില്യൺ എന്നതിൽ നിലനിൽക്കുന്നു. അതായത് വിദേശ നാണ്യ ശേഖരം നമുക്ക് ചെലവഴിക്കേണ്ടതായി വന്നിട്ടില്ല ഈ യുദ്ധ കാലഘട്ടത്തിൽ എന്ന്. ഒപ്പം നമ്മുടെ സാമ്പത്തിക വളർച്ച 7.6%. ഒരുപക്ഷെ അന്താരാഷ്ട്ര ഏജൻസികളൊക്കെ കണക്കുകൾ സൂചിപ്പിച്ചിരുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിൽ ഗണ്യമായ കുറവുണ്ടാകുമെന്നാണ്. ലോകരാഷ്ട്രങ്ങളിൽ പലതിൻ്റെയും GDP കുത്തനെ ഇടിഞ്ഞ പശ്ചാത്തലം കൂടിയുണ്ട്. അപ്പോഴും ഇന്ത്യയുടെ വളർച്ച 7.6% നിലനിൽക്കുന്നു എന്നതാണ്. ഇനി ഇതാ മറ്റു ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ യുദ്ധം തുടർന്നാൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം. പ്രത്യേകിച്ച് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഒക്കെ വില നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശരാശരി 100 രൂപയാണെങ്കിൽ അത് 150 മുകളിലേക്ക് ഉയരുമോ എന്ന് ആശങ്കപ്പെട്ടിരുന്നു. അതിവിദഗ്ധരായ സാമ്പത്തിക നിരീക്ഷകർ അടക്കം കുറഞ്ഞത് 125 രൂപയെങ്കിലും കേരളത്തിൽ പെട്രോളിനും ഡീസലിനും നൽകേണ്ടി വരുമെന്ന് നിരീക്ഷിച്ചിരുന്നു. പക്ഷേ അതിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല എന്നതാണ്.
മറ്റൊന്ന്, പല രാജ്യങ്ങളും റേഷനിങ് സമ്പ്രദായം ഏർപ്പെടുത്തിയിരുന്നു. അത് ഭക്ഷ്യവസ്തുക്കളിൽ മാത്രമല്ല, ഇന്ധന ലഭ്യത, അതായത് ഒരു പെട്രോൾ അടിക്കാൻ നമ്മളൊരു വാഹനവുമായി ഒരു പമ്പിൽ ചെന്നാൽ 1 ലിറ്റർ പെട്രോൾ അല്ലെങ്കിൽ 2 ലിറ്റർ പെട്രോൾ, അങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ പല രാജ്യങ്ങളിലും ഏർപ്പെടുത്തിയിരുന്നു. റേഷനിങ് എന്ന് പറയാം. അത്തരം റേഷനിങ് നമ്മുടെ രാജ്യത്ത് ഏർപ്പെടുത്തിയിരുന്നില്ല. വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഇന്ധനത്തിന് മാത്രമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. നമ്മൾ ഈ കാലയളവിലൊക്കെ യഥേഷ്ടം പെട്രോൾ പമ്പുകളിൽ പോയി പെട്രോൾ അടിച്ചിരുന്നു, ഒരു ബുദ്ധിമുട്ടും നേരിട്ടില്ല എന്നതാണ്. അതാണ് ഇന്ധന അളവിന് നിയന്ത്രണം ഉണ്ടായില്ല എന്നത്. ഒപ്പം പ്രവൃത്തി ദിനങ്ങൾ, പല രാജ്യങ്ങളും അവരുടെ രാജ്യങ്ങളിലെ പ്രവൃത്തി ദിനങ്ങൾ വെട്ടിച്ചുരുക്കി. അതായത് സർക്കാർ ഓഫീസുകളുടെയും സ്വകാര്യ സ്ഥാപനങ്ങളുടെയും പ്രവൃത്തി ദിനങ്ങൾ വെട്ടിച്ചുരുക്കിയിരുന്നു. എന്നാൽ നമ്മുടെ രാജ്യത്ത് ഈ യുദ്ധസമയത്ത് പ്രവൃത്തി ദിനങ്ങൾ വെട്ടിക്കുറച്ചില്ല. പല രാജ്യങ്ങളും വർക്ക് ഫ്രം ഹോം എന്ന കൾച്ചറിലേക്ക് തിരികെ പോയി. അത് കോവിഡ് സമയത്താണ് നമ്മൾ അങ്ങനെ ഒരു ഫോർമാറ്റ് അധികമായും കേട്ടിട്ടുള്ളത്. നമ്മുടെ ജോലികൾ വീടുകളിൽ ഇരുന്ന് ചെയ്യുക എന്നത്. അങ്ങനെ ഒരു കർശനമായ വർക്ക് ഫ്രം ഹോം എന്ന നിർദ്ദേശം കേന്ദ്ര സർക്കാർ ഈ യുദ്ധസമയത്ത് ഒരു കമ്പനികൾക്കും നൽകിയില്ല. സ്വയം അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്യൂ എന്ന നിയന്ത്രണ നിർദ്ദേശമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചത്. അതുപ്രകാരം പല കമ്പനികളും അത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. വിദേശ നാണ്യത്തിൻ്റെ ശേഖരം ഇല്ലാതാക്കരുത്, നമ്മുടെ കയ്യിൽ വിദേശ നാണ്യം ഉണ്ടെങ്കിൽ അത് വിറ്റഴിക്കരുത്, സ്വർണം അമിതമായി വാങ്ങരുത്, പരമാവധി കഴിയുന്നത്ര പൊതുഗതാഗതം പ്രയോജനപ്പെടുത്തണം, ആരെങ്കിലുമൊക്കെ ജോലിക്ക് പോകുന്നവരുണ്ടെങ്കിൽ അവർ ഒരേ വാഹനത്തിൽ കൂടുതൽ ആളുകൾ കൂട്ടമായി യാത്ര ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയെങ്കിലും ഈ സൂചിപ്പിക്കുന്നത് പോലെ ഒരു വാഹനത്തിലെ ആളുകളുടെ എണ്ണം മോണിറ്റർ ചെയ്യുകയോ ഇന്ധനം നിറയ്ക്കുന്നതിന് ലിമിറ്റ് ഏർപ്പെടുത്തുകയോ ഒന്നും ചെയ്തിരുന്നില്ല. അതോടൊപ്പം തന്നെ വിദ്യാലയങ്ങൾ, പല രാജ്യങ്ങളും യുദ്ധത്തിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ വിദ്യാലയങ്ങൾ അടച്ചിരുന്നു. അത് സൂചിപ്പിക്കുന്ന പോലെ ഈ ആക്രമണ സാധ്യത ഭയന്നല്ല, അത്തരം രാജ്യങ്ങൾ അങ്ങനെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുത്തതെങ്കിൽ മറ്റു ചില രാജ്യങ്ങൾ ഈ ചിലവ് താങ്ങാൻ പറ്റാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയത്. ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയും ഇന്ത്യയിലെ ജനങ്ങൾ കടന്നുപോയിരുന്നില്ല എന്നതാണ് ഓർമ്മിപ്പിക്കേണ്ടത്. ഇനിയിപ്പോഴിതാ ക്രൂഡ് ഓയിലിൻ്റെ വില നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫെബ്രുവരി 28-ന് മുമ്പ് എന്തായിരുന്നു വിപണിയിലെ സാഹചര്യം? $70 വരെയൊക്കെ ആയിരുന്നു ആ സമയത്ത് അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിൽ വില. ഇപ്പോഴിതാ അതേ നിരക്കിലേക്ക് ബാരലിന് $70 എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. ഇത് ഫെബ്രുവരി മുതലുള്ള കണക്കുകൾ പരിശോധിച്ചാൽ, ഫെബ്രുവരി 28-ന് ശേഷമുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ഇപ്പോൾ ഈ 4 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിൽ കൂടിയാണ് ഇപ്പോഴത്തെ ക്രൂഡ് ഓയിലിൻ്റെ വില മുന്നോട്ട് പോകുന്നത് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഏറ്റവും പ്രസക്തമാകുന്ന ചോദ്യം ഈ ഡീസൽ പെട്രോൾ വില കുറയുമോ എന്നതാണ്. അവിടെയാണ് യുദ്ധകാലഘട്ടത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അമിത ഭാരം അടിച്ചേൽപ്പിക്കാത്തത് കൊണ്ട് തന്നെ സർക്കാർ സംവിധാനങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ ഖജനാവിൽ നിന്ന് ചെലവാക്കേണ്ടതായി വന്നു. അത് സാധാരണക്കാരായ ആളുകൾക്കൊന്നും നേരിട്ട് ബോധ്യപ്പെടുന്ന ഒന്നല്ല. ആ ഡേറ്റകൾ ആണ് പങ്കുവച്ചത്. ഒപ്പം ഇതാ ഈ എണ്ണയുടെ വില കുറഞ്ഞു എന്നത് വസ്തുതയായി നിലനിൽക്കുമ്പോൾ ഈ കുറഞ്ഞ വിലയ്ക്ക് ഇപ്പോൾ എണ്ണക്കമ്പനികൾ വിറ്റുകൊണ്ടിരിക്കുന്ന ഇന്ധനം അത് ഇന്ത്യയിലേക്ക് എത്തേണ്ടതുണ്ട്. അതിന് ഒരു കാലതാമസമുണ്ട്. ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞാൽ അത് പ്രോസസ്സ് ചെയ്ത് വിപണിയിലേക്ക് എത്താൻ വീണ്ടും കാലതാമസമുണ്ട്. ആ സമയത്ത് മാത്രമാണ് ഇന്ധന വിലയിൽ വലിയ കുറവുണ്ടാകുമോ എന്നതിന് കൃത്യമായൊരു ഉത്തരം നൽകാൻ സാധിക്കുകയുള്ളൂ. അപ്പോഴും എണ്ണ കമ്പനികളുടെ നഷ്ടം 650 കോടി രൂപ പ്രതിദിനം അത് നികത്തണം. ഒപ്പം ഈ സൂചിപ്പിക്കുന്ന പോലെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു 10 രൂപ വരെ എക്സൈസ് ഡ്യൂട്ടി സർക്കാർ പിൻവലിച്ചു എന്നത്. ആ എക്സൈസ് ഡ്യൂട്ടി തിരികെ കൊണ്ടുവന്നാൽ ഇപ്പോൾ തന്നെ പെട്രോളിന് നമ്മൾ കൊടുക്കുന്ന വിലയേക്കാൾ 10 രൂപ നൽകേണ്ടതായി വരും. അപ്പോൾ ആ നികുതി വീണ്ടും ഏർപ്പെടുത്തുകയാണെങ്കിൽ സ്വാഭാവികമായും വളരെ പെട്ടെന്ന് നമ്മുടെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറയുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. മറ്റൊന്ന്, റിഫൈനറികൾക്കുണ്ടാകുന്ന ചിലവ്. ഈ യുദ്ധത്തിന് ശേഷം ഉൽപ്പാദന ചെലവിൽ ഗണ്യമായ മാറ്റം ഉണ്ടായിട്ടുണ്ട്. തൊഴിലാളികളുടെ വരുമാനങ്ങളിൽ അടക്കം മാറ്റം വരുത്തേണ്ടതായി വന്നിട്ടുണ്ട്. പ്രോസസ്സിംഗ് ചാർജ് വർദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ അതുകൂടി കണക്കിലാക്കിക്കൊണ്ടായിരിക്കും രാജ്യത്ത് വരും ദിവസങ്ങളിൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറയുമോ എന്നതിൽ വ്യക്തത കൈവരികയുള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.